നമ്മളൊക്കെ സ്കൂളിൽ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലേ? യുദ്ധങ്ങളുടെയും രാജാക്കന്മാരുടെയും ഒക്കെ കഥകൾ. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ആരാണ് ആദ്യമായി എഴുതാൻ തുടങ്ങിയതെന്ന്? വെറും കഥകളിൽ നിന്ന് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ അന്വേഷണമായി ചരിത്രം മാറിയതെങ്ങനെയാണ്? ആ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. പണ്ട് ആയിരക്കണക്കിന് വർഷം മുൻപ് നടന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കെങ്ങനെയാണ് ഇത്ര കൃത്യമായി അറിയാൻ കഴിയുന്നത്? ഇതൊക്കെ വെറും കെട്ടുകഥകളാണോ? അതോ അതിനപ്പുറം ശരിക്കും എന്തെങ്കിലുമുണ്ടോ? ഈ ഒരു ചോദ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ചരിത്ര പഠനമെന്ന ആശയം തന്നെ തുടങ്ങുന്നത്. അപ്പോ ഈ യാത്രയെ നമ്മൾ 5 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കഥ പറച്ചിലുകാരിൽ നിന്ന് തുടങ്ങി ഒരു ലക്ഷ്യത്തോടെ ചരിത്രമെഴുതുന്നതിലൂടെ കടന്ന് അവസാനം ഇന്നത്തെ ആധുനിക ചരിത്രപഠനം വരെ എത്തിയ ആ ഒരു ഫ്ലോ നമുക്ക് നോക്കാം. ചരിത്രമെഴുതുന്നതിന്റെ തുടക്കം എവിടെയാണെന്ന് നോക്കിയാൽ നമ്മൾ എത്തുന്നത് ഇതിഹാസ കാവ്യങ്ങളിലാണ്. തലമുറകളായി പാടിപ്പറഞ്ഞ് നടന്ന കഥകളില് ഒരു നല്ല ഉദാഹരണമാണ് പുരാതന ഗ്രീസിലെ വീരഗാഥകൾ. ഇതില് ഒരുപാട് പുരാണങ്ങളൊക്കെയുണ്ടെങ്കിലും ട്രോജൻ യുദ്ധം പോലെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളുടെ ഓർമ്മകൾ വരെ ഈ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും അവർ സംരക്ഷിച്ചു വെച്ചിരുന്നു. ഇവിടെയാണ് ചരിത്രമെഴുത്തിൽ ഒരു വലിയൊരു മാറ്റം വരുന്നത്. ഗ്രീക്ക് ചരിത്രകാരന്മാരായ ഹെറോഡോട്ടസും തൂസിഡിഡീസും രംഗത്തേക്ക് വരുന്നു. ഹെറോഡോട്ടസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം കേട്ടതും കണ്ടതുമായ കാര്യങ്ങളെല്ലാം നല്ല ചിട്ടയോട് ശേഖരിച്ച് ഒരു വലിയ കഥ പോലെ പറഞ്ഞു. അതുകൊണ്ടുതന്നെ നമ്മൾ അദ്ദേഹത്തെ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. പക്ഷേ തൂസിഡിഡീസ് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടുപോയി. അദ്ദേഹം ദൈവികമായ കാര്യങ്ങളൊക്കെ അന്ന് മാറ്റിവെച്ചു. എന്നെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സംഭവത്തിന് പിന്നിലും എന്തുകൊണ്ട് എന്നൊക്കെ വിശകലനം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോ വെറുതെ സംഭവങ്ങളെ എഴുതിവെക്കുക എന്നതിനപ്പുറം ചരിത്രത്തിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ വന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. നമുക്കിനി അങ്ങോട്ട് പോകാം. ഈ സമയത്ത് ചരിത്രമെന്ന് പറയുന്നത് അധികാരികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു പവർഫുൾ ടൂളായി മാറിയായിരുന്നു. നോക്കൂ, ഈ കാലഘട്ടത്തില് ചരിത്രത്തെ പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്നാമത്തേത് ദൈവശാസ്ത്രപരം, അതായത് ചരിത്രത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശുദ്ധ അഗസ്റ്റിനെ പോലുള്ളവർ പറഞ്ഞു. രണ്ടാമത്തേത് പ്രായോഗികം. റോമൻ ചരിത്രകാരന്മാരൊക്കെ റോമിന്റെ മഹത്വം വർണ്ണിച്ച് ജനങ്ങളിൽ ദേശസ്നേഹമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇനി മൂന്നാമത്തേത് ഉപദേശപരം. ചൈനയിലൊക്കെ കൺഫ്യൂഷ്യസിന്റെ സ്വാധീനം കാരണം ഭരണാധികാരികൾക്ക് ധാർമ്മിക പാഠങ്ങൾ കൊടുക്കാനുള്ള ഒരു കണ്ണാടിയായിട്ടാണ് ചരിത്രത്തെ കണ്ടിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാലെന്താ? സത്യം കണ്ടെത്തുക എന്നതിനേക്കാൾ ഒരു പ്രത്യേക സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായി ചരിത്രം മാറി. ഇനി നമ്മൾ വരുന്നത് ഇന്നത്തെ ചരിത്ര പഠനരീതിക്ക് അടിത്തറയിട്ട ഏറ്റവും വലിയൊരു മാറ്റത്തിലേക്കാണ്. അതാണ് യൂറോപ്പിലെ നവോത്ഥാനം. ഇവിടെ വെച്ചാണ് ചരിത്രത്തിന്റെ ഫോക്കസ് തന്നെ അങ്ങ് മാറുന്നത്. ഈ നവോത്ഥാന കാലത്ത് വന്ന മാനവികവാദം അഥവാ ഹ്യൂമനിസം എന്ന ആശയം ചരിത്രത്തെ ശരിക്കും അടിമുടി മാറ്റി. അതുവരെ ചരിത്രത്തിലെ സംഭവങ്ങൾക്ക് കാരണം ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്നിടത്ത് അല്ല, മനുഷ്യന്റെ സ്വന്തം തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് എല്ലാത്തിനും കാരണമെന്ന ചിന്ത ശക്തമായി. അങ്ങനെ ആദ്യമായിട്ട് ചരിത്രത്തിലെ ഹീറോ മനുഷ്യൻ തന്നെയായി മാറി. ഓക്കെ, അപ്പോൾ ചരിത്രത്തിന്റെ കേന്ദ്രം മനുഷ്യനായി. ഇനി അടുത്ത ചോദ്യം, അതിനെ എങ്ങനെ പഠിക്കും? വെറും കഥ പറച്ചിലിൽ നിന്ന് ചരിത്രത്തെ ഒരു സീരിയസ് വിഷയമാക്കി മാറ്റിയ ചില ടൂൾസിനെ കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും ശാസ്ത്രീയ വിപ്ലവവും ജ്ഞാനോദയവുമാണ് ഉണ്ടായിരുന്നത്. അതിലാദ്യത്തെ ടൂളാണ് അനുഭവവാദം അല്ലെങ്കിൽ എംപിറിസിസം. സിമ്പിളായി പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അതിന് തെളിവ് വേണം. ഫ്രാൻസിസ് ബേക്കനെ പോലുള്ള ചിന്തകരാണ് ഇത് മുന്നോട്ട് വെച്ചത്. ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ അർത്ഥമെന്താ? പഴയ രേഖകൾ, പുരാവസ്തുക്കൾ, ആരെങ്കിലും നേരിട്ട് കണ്ട വിവരങ്ങൾ, ഇങ്ങനെയുള്ള പ്രാഥമിക സ്രോതസ്സുകളെ ആശ്രയിക്കണം. വെറുതെ ഊഹിച്ചു പറയുന്നതിന് പകരം തെളിവുകൾ സംസാരിക്കാൻ തുടങ്ങി. ഇനി രണ്ടാമത്തെ ടൂൾ യുക്തിവാദം അഥവാ റാഷണലിസം. റെനെ ദെക്കാർട്ട്, വോൾട്ടെയർ പോലുള്ളവരൊക്കെ യുക്തിയുടെ ശക്തിയിലാണ് വിശ്വസിച്ചത്. അവരുടെ വാദം ഇതായിരുന്നു: ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും അമാനുഷിക ശക്തികളല്ല, മറിച്ച് നമുക്ക് ചിന്തിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ലോജിക്കലായ കാരണങ്ങളുണ്ടാകും. ഇതോടെ ചരിത്രത്തെ ഒരു യുക്തിസഹമായ പ്രക്രിയയായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ ഈ 3 ആശയങ്ങളും എങ്ങനെയാണ് ഒന്നിച്ചത് എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. 1. മാനവികവാദം ചരിത്രത്തിന് അതിന്റെ വിഷയം കൊടുത്തു, മനുഷ്യൻ. 2. അനുഭവവാദം അതിന് ഒരു രീതിശാസ്ത്രം കൊടുത്തു, തെളിവുകൾ ഉപയോഗിച്ച് പഠിക്കുക. 3. യുക്തിവാദം അതിനൊരു ലക്ഷ്യം കൊടുത്തു,
വിമർശനാത്മകമായി വിശകലനം ചെയ്യുക. ഈ മൂന്നു കൂടി ചേർന്നപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ചരിത്ര പഠനത്തിന് തുടക്കമായത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചരിത്രത്തെക്കുറിച്ചുള്ള ഇത്രയും ആഴത്തിലുള്ള ചിന്തകളൊന്നും യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇതിന് സമാനമായ വലിയ മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് നോക്കാം. യൂറോപ്പിൽ ഈ ആശയങ്ങളൊക്കെ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചരിത്രത്തെ ഒരു സാമൂഹിക ശാസ്ത്രമായി കണ്ട ഒരു പ്രതിഭയുണ്ടായിരുന്നു, ഇബ്നു ഖൽദൂൻ. അദ്ദേഹം വെറുതെ സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും പറ്റി വിവരിക്കുകയായിരുന്നില്ല ചെയ്തത്. പകരം അവയുടെയൊക്കെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നിലുള്ള നിയമങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തി, അതിനെ അദ്ദേഹം അസബിയ എന്ന് വിളിച്ചു. ഈ സാമൂഹിക ഐക്യമാണ് ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചിന്തിച്ചു നോക്കൂ, ഇത് ഇന്നത്തെ സോഷ്യോളജിക്ക് പോലും അടിത്തറയിട്ട ഒരാശയമാണ്. ഇനി ഇത് നോക്കൂ, ഒരു യഥാർത്ഥ ചരിത്രകാരൻ ഒരു ന്യായാധിപനെ പോലെ വികാരങ്ങളിൽ നിന്നും മുൻവിധികളിൽ നിന്നും മുക്തനായിരിക്കണം. ഇത് പറഞ്ഞത് 12ാം നൂറ്റാണ്ടിൽ രാജതരംഗിണി എഴുതിയ കശ്മീരി ചരിത്രകാരനായ കൽഹണനാണ്. ഒരു ചരിത്രകാരനു വേണ്ട ഒബ്ജക്റ്റിവിറ്റിയെക്കുറിച്ച്, അതായത് നിഷ്പക്ഷതയെക്കുറിച്ച് എത്ര വ്യക്തമായ ധാരണയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിലുണ്ടായിരുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ആധുനിക ചരിത്ര സങ്കല്പങ്ങൾക്ക് എത്രയോ മുൻപ്. അപ്പോ ഇത്രയും നേരം നമ്മൾ കണ്ട യാത്രയുടെ ഒരു ചുരുക്കം ഇതാണ്. ചരിത്രമെന്ന് പറയുന്നത് വെറുതെ കുറെ പഴയ കഥകളല്ല. അത് മനുഷ്യൻ അവനവനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയ ബൗദ്ധിക യാത്രയുടെ റിസൾട്ടാണ്. ഓരോ കാലഘട്ടവും ഭൂതകാലത്തെ നോക്കാനായി നമുക്ക് ഓരോ പുതിയ തരം കണ്ണടകൾ തന്നു എന്ന് പറയാം. അവസാനമായി പ്രശസ്ത ചരിത്രകാരനായ എച്ച് കാറിന്റെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. ചരിത്രമെന്നത് ഭൂതകാലത്തിലേക്ക് തുറന്നുവെച്ച ഒരു ജനൽ മാത്രമാണോ, അതോ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ വർത്തമാനകാലത്തെ കാണാനുള്ള ഒരു കണ്ണാടിയാണോ? നമ്മൾ ചരിത്രം പഠിക്കുന്നത് പണ്ട് നടന്ന കാര്യങ്ങൾ അതേപടി അറിയാൻ വേണ്ടിയാണോ, അതോ നമ്മുടെ ഇന്നത്തെ ലോകത്തെയും നമ്മളെ തന്നെയും കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.